എനിക്ക് ഹാഫ് ഡേ ജോലികളായിരുന്നു. അപ്പം പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചൊരു ഹാഫ് ഡേയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പം ഞാനിപ്പോൾ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നാളെയും അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വെക്കുകയും തോരൻ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യാം. ആദ്യം നമുക്ക് ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും ചെയ്ത് വെക്കാം. ഇത് നമുക്ക് പാവയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് അരിഞ്ഞ് വെക്കാം, കൂമ്പ് തോരൻ ഉണ്ടാക്കാം, അതുപോലെ കുറച്ച് ബീൻസ് ഉണ്ടാക്കി തോരന് വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെക്കാം. മീൻ എടുത്ത് രാവിലെ വെളിയിട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതും കൂടെ ഒന്ന് ആക്കണം. ഐസ് പോയിട്ടുണ്ട്. സ്പിനച്ച് ഇവിടെ ഇരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ കൂമ്പ് തോരൻ വെക്കുന്നില്ല, സ്പിനച്ച് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇനി ഇച്ചിരി പാല് കാച്ചുന്നുണ്ട്, അതിപ്പോൾ നമുക്ക് ഉറയൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെളിയിൽ വന്ന് കുറച്ച് കറിവേപ്പില വെച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് ഇത് മതിയാണ്. ഇന്ന് നമുക്ക് ആദ്യം മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞിട്ട് അത് ഞാനങ്ങ് അടപ്പയിലോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ആദ്യം ഞാൻ പാവയ്ക്ക മെഴുക്ക് പുരട്ടിക്കുള്ളത് അരിഞ്ഞൊരു കണ്ടെയ്നറിലാക്കി വെച്ചു. ബീൻസ് ഞാൻ 2 തരത്തിലായിട്ടാണ് അരിഞ്ഞത്. ഒന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടും മറ്റത് തോരൻ ഉണ്ടാക്കാനായിട്ടും. അത് ഞാൻ ഡിഫറെൻറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്തത്. ഇതിനെല്ലാം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അതാത് ദിവസം എടുത്ത് ഫ്രഷായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. കുക്കിംഗ് ഏകദേശമൊക്കെ തീരാറായി കേട്ടോ. ഇനിയിപ്പോൾ തോരനും കൂടെ ഒന്ന് വെച്ചാൽ മതി. ഇനിയിപ്പോൾ പാത്രവും കൂടി ഈ ഡിഷ് വാഷറിനകത്തോട്ട് കഴുകാൻ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണിയെല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ തോരനും റെഡിയായി, അതുപോലെ തന്നെ മീൻകറിയും റെഡിയായി. ഇനി നമുക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നാളെ ഇവിടെ റീസൈക്കിൾ വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണ്. അപ്പോൾ അതായിട്ടുള്ള വേസ്റ്റ് വെളിയിലെടുത്ത് വെക്കണം. കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ എടുത്ത് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇവിടെ സമയം ഇപ്പോൾ 7 മണിയായി, കണ്ടാ പറയുമോ? നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ഇനി എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കണം. നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടായിരുന്നല്ലോ, അതിനൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് വാടിപ്പോകും. അപ്പം അതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. നേരത്തെ ഒരു വീഡിയോ ഞാൻ കൊറിയാണ്ടർ സീഡൊക്കെ പാകുന്നത് കാണിച്ചില്ലേ, അതെല്ലാം ഇപ്പോൾ കിളിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം, അതെല്ലാം ഇവിടെ കിളിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറി കൃഷിയെല്ലാം ബാക്ക് യാർഡിലാണ്. ഇത് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, അതിനാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. ഈ റോസ് കണ്ടില്ല, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അതുപോലെ നമുക്ക് 2-3 കളറായിട്ടുള്ള റോസ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ബൊക്കയിലൊക്കെ കാണുന്ന ഫ്ലവറില്ലേ, അതുപോലെ തന്നെ ഉണ്ട്. ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇങ്ങനെയുള്ള എൻ്റെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.